ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പണം എങ്ങനെ എളുപ്പത്തിൽ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രധാന മാറ്റം വരും. പിന്നീട് പണം നിങ്ങളെ തന്നെ തേടി വരാൻ തുടങ്ങും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ശക്തിയാണ്. ഇപ്പോഴും ചില ആളുകൾക്ക് സംശയമുണ്ടാകാം, ഇതൊക്കെ വെറും തോന്നലല്ലേ? കുഴപ്പമില്ല, ഞാനും എന്നെപ്പോലെയുള്ള പലരും ഇത് ശരിക്കും പ്രവർത്തിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ചിലർ പറയുന്നുണ്ടാവാം, ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ ഒട്ടും എളുപ്പമല്ല, എല്ലാ വഴികളും അടഞ്ഞുപോയി. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞു. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ല. ചിലർ പറയുന്നു, പണം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, രാവും പകലും കഷ്ടപ്പെട്ടാലേ കുറച്ചെങ്കിലും കിട്ടൂ. ഇനി വേറെ ചിലരുണ്ട്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു കാര്യം. അവർ പറയും, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഓർക്കണം, ആത്മീയം എന്നത് ഒരു നല്ല എനർജിയാണ്, പൈസയും ഒരു നല്ല എനർജിയാണ്. ഈ രണ്ട് എനർജികളും ഒരുമിച്ച് പോകാൻ കഴിയും. നിങ്ങളുടെ ചിന്താഗതിയെ ആശ്രയിച്ചിരിക്കും അത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്, പൈസ ഉണ്ടാക്കാൻ മാത്രം ഞാൻ എന്താ ഇത്ര സ്പെഷ്യൽ, എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല. ഇത് തീർത്തും തെറ്റായ ചിന്തയാണ്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ യോഗ്യതയില്ല എന്ന് വിശ്വസിക്കുന്നത് ഒരു വലിയ തടസ്സമാണ്. ഇതൊരു നെഗറ്റീവ് ചിന്തയാണ്. ഇത് നിങ്ങളെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മറ്റു ചിലർ പറയുന്നതോ, ഞാൻ എപ്പോഴും കടത്തിലാണ്, ഓരോ മാസവും കടം കൂടിക്കൂടി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതൊരു വലിയ തെറ്റായ വിശ്വാസമാണ്. ഞാനിപ്പോൾ തന്നെ നിങ്ങളോട് പറയാം, ഈ കടത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വലിയ വലിയ തുകകൾ കിട്ടാൻ പോവുകയാണ്. എന്നാൽ ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ? വെറുതെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചാൽ പൈസ വരുമോ? അതിന് കഷ്ടപ്പെടണ്ടേ? ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ ഞാൻ പറയുന്നു, അങ്ങനെയല്ല. പണക്കാർ അത്യാഗ്രഹികളും സ്വാർത്ഥരുമാണ്, എനിക്ക് പണം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഇതൊരു വലിയ തെറ്റായ ചിന്തയാണ്. നിങ്ങൾക്ക് അർഹതപ്പെട്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ പണം കിട്ടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന മറ്റൊരു സംശയമാണിത്. നോക്കൂ, പണത്തെക്കുറിച്ച് നമുക്ക് മിക്കവാറുമുള്ള ചിന്തകളെല്ലാം പഴയതും ഉപയോഗശൂന്യവുമായ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ആ വിശ്വാസങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു ഉപകാരവും ചെയ്യില്ല, കൂടുതൽ പണം നേടാൻ നമ്മളെ സഹായിക്കുകയുമില്ല. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാശ് ഒരു നല്ല ഊർജമാണ് എന്നതാണ്. നമ്മൾ മിക്കവാറും പഠിക്കുന്നത് എങ്ങനെയാ? കാശുണ്ടാക്കാൻ വളരെ കഷ്ടപ്പെടണം, അതെല്ലാവർക്കും കിട്ടില്ല, കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമാണ് കിട്ടുക മുതലായവ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ കേൾക്കൂ, ഈ എല്ലാം പഴയകാല ചിന്തകളാണ്. ഇന്നത്തെ ആധുനിക സത്യം പറയട്ടെ, കാശൊരു വൈബ്രേഷനാണ്, അതൊരു എനർജിയാണ്. അതുപോലെ നമ്മുടെ ചിന്തകളും എനർജിയാണ്. ആ ചിന്തകൾ ശരിയായിട്ട് ക്രമീകരിച്ചാൽ ആ സെയിം വൈബ്രേഷനിലെ കാശ് നമുക്ക് ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഞാൻ പറയട്ടെ നിങ്ങളോട്. പണത്തെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം ഇതാണ്, പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിത് വിശ്വസിക്കുമ്പോൾ പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും എളുപ്പമാകും. എന്നാൽ അത് ബുദ്ധിമുട്ടാണെന്നും അതൊരു മോശം കാര്യമാണെന്നും വിശ്വസിക്കുകയാണെങ്കിൽ അത് അങ്ങനെ സംഭവിക്കൂ. നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങൾ എന്താണോ നേടുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച്. അളവേറിയ കാശ് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം അതിനുള്ള ഇടം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കൊരു പുതിയ അതിഥി നമ്മുടെ വീട്ടിൽ വരും എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് വയ്ക്കും, അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനെ കരുത്തുറ്റ ധനസമ്പത്തിന് തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട്
എങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്? നമുക്ക് കാശ് കിട്ടും എന്ന് ഉറച്ച വിശ്വാസം നേടിയെടുക്കണം. അതാണ് ആദ്യത്തെ പടി. അതിന് വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മെൻ്റൽ എക്സസൈസ് പറയാം. എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഒരു വാക്യം, ഒരു അഫർമേഷൻ പറയാം. വലിയ അളവിൽ കാശ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ലളിതമായി ഒഴുകിയെത്തുന്നു. ഇത് ദിവസവും ഒരു 10 പ്രാവശ്യമെങ്കിലും പറയുക. മനസ്സിൽ ആ ധൈര്യവും വിശ്വാസവും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങളുടെ വിശ്വാസങ്ങളാണ് നിങ്ങൾ എന്താണോ നേടുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ശരി, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ തുകകൾ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളുടെ മനസ്സിനെ തയ്യാറാക്കി കഴിഞ്ഞു. വിശ്വസിക്കൂ, നിങ്ങൾക്ക് അർഹതപ്പെട്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്നതുമായ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അത് ചിലപ്പോൾ പുതിയ അവസരങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കൊരു സമ്മാനമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിട്ടായിരിക്കാം. നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ വിജയം നേടിയേക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം വർദ്ധിച്ചേക്കാം പല രൂപത്തിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കാം പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ നിമിഷം തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കൂ. കാശ് എങ്ങനെയാണ് എത്തുന്നതെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമേ ഇല്ല. അത് വിശ്വസിച്ചാൽ മാത്രം മതി. മിക്ക ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കെവിടെ നിന്ന് കാശ് വരാനാണ്, എനിക്ക് കാശ് വരുമെന്ന് തോന്നുന്നില്ല, ഞാനൊരു ജോലി ചെയ്യുന്നില്ല, എനിക്ക് വലിയ കാശ് എങ്ങനെ വരും, ഞാനൊരു വരുമാനശേഷി ഇല്ലാത്തവനാണ്. ഈ എല്ലാ വിശ്വാസങ്ങളാണ് നമ്മളെ പിന്നിലേക്ക് തള്ളുന്നത്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിനക്കത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയേണ്ട ആവശ്യമില്ല. വിശ്വസിച്ചാൽ ആ വഴികൾ കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെടും. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലാകാം, ഒരു പഴയ വരുമാനത്തിലാവാം, പുതിയൊരു ബിസിനസ് ഐഡിയയിലാകാം, ലോട്ടറിയിലാകാം. എന്തായാലും ആ അവസരം നിങ്ങളുടെ മനസ്സിന്റെ ആകർഷണ ശേഷി അനുസരിച്ചായിരിക്കും വരുന്നത്. പല പല അവസരങ്ങളിലൂടെ ആയിരിക്കും പണം നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും. പ്രപഞ്ചം പണത്തോട് അതെ എന്ന് പറയുന്നു. നിങ്ങളുടെ സമൃദ്ധിക്ക് പ്രപഞ്ചം അതെ എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ റെക്ടിക്കുലേറ്റർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS, അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ RAS എന്നുള്ളത്. അതായത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗം. അത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തെളിയിച്ചു തരും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന 3 സൂചനകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ സൂചനകൾ നിങ്ങൾ എല്ലായിടത്തും കാണാൻ തുടങ്ങും. ഒരു പക്ഷെ അത് നിങ്ങൾക്കൊരു ശല്യമായി വരെ തോന്നിയേക്കാം. നിങ്ങൾ ഈ സൂചനകൾ കാണുമ്പോഴെല്ലാം ഈ വാക്കുകൾ ഉറക്കെ പറയുക. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പണം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പണം എന്നത്. അതായത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പ്രവർത്തനക്ഷമമാകുകയാണ്. ഇത് നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണിച്ചു തരും. നിങ്ങളുടെ ജീവിതത്തിൽ പണം ഇപ്പോൾ തന്നെ പ്രവേശിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ഈ അടയാളങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ ചുറ്റുപാടുകൾ ശരിക്കും ശ്രദ്ധിക്കുക. യൂണിവേഴ്സ് നൽകുന്ന അടയാളങ്ങളാണിവ. കൃത്യമായിട്ട് നമ്മൾ മനസ്സിൽ ആഗ്രഹം പതിപ്പിച്ച് അതിനായിട്ട് വിശ്വസിച്ച് മുന്നേറുമ്പോൾ യൂണിവേഴ്സ് നമുക്കായിട്ട് ചില അടയാളങ്ങൾ നൽകും. അപ്പോൾ ഒന്നാമത്തെ സൈനാണ് ആമ. ആദ്യത്തെ സൂചന ഒരു ആമയാണ്. ചിലർക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ എങ്ങനെ ആമയെ കാണും എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളൊരു ആമയെ കാണാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു ആമയെ വളർത്തുന്ന ഒരാളെ ചിലപ്പോൾ കണ്ടുമുട്ടാം. അവർ നിങ്ങളോട് പറയും ഞാനിതാ ഒരു പുതിയ ആമയെ വാങ്ങിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോയിലോ ആമയെ കാണും. ഒരു വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ ചിലപ്പോൾ ടേർട്ടിൽ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. എനിക്കറിയില്ല, പക്ഷേ ഒരാമ നിങ്ങളുടെ മുന്നിലെത്തും. ഇത് പ്രപഞ്ചം നിങ്ങളുടെ റെക്ടിക്കുലേറ്റർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിലൂടെ നൽകുന്ന സൂചനയാണ്.
പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം തന്നെ ഒഴുകിയെത്തുകയാണ് എന്നതിൻ്റെ സൂചന. ഇനി രണ്ടാമത്തെ സൈനാണ് 999 എന്ന നമ്പർ. ഇതല്പം അപൂർവമാണല്ലേ. 1111 നമ്മളെപ്പോഴും കാണാറുണ്ട്. പക്ഷേ 999 ഇതൊരു ശക്തമായ അടയാളമാണ്. ഒരു ക്ലോക്കിൽ അല്ലെങ്കിൽ ഒരു ബില്ലിൽ അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ 999 കണ്ടാൽ അതൊരു വിശ്വാസത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങളുടെ പണം ഇപ്പോൾ വരുന്നു എന്നത് പറയുന്നു. ഇനി മൂന്നാമത്തെ സൈനാണ് സൂര്യകാന്തി പൂക്കൾ. സൂര്യകാന്തി പൂക്കൾ എവിടെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ വിശ്വസിക്കൂ, ഒരു സൂര്യകാന്തി പൂ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. അതായത് സൺഫ്ലവർ. ഒരു ചിത്രത്തിലാവാം, അല്ലെങ്കിൽ TV-യിലാവാം, ഫോണിലാകാം, പേപ്പറിലാകാം, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലാകാം. ഇത് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പണം വരുന്നു എന്ന് നിങ്ങൾ ഉറക്കെ പറയണം. ഉറക്കെ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മനസ്സിൽ പറഞ്ഞാലും മതി. നിങ്ങളൊരു ആമയെ കാണും, 999 എന്ന നമ്പർ കാണും, ഒരു സൂര്യകാന്തി പൂവ് കാണും. ഇത് പണം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു വാക്യം എഴുതിയെടുക്കുക എന്നതാണ്. ഒരു കടലാസിൽ എഴുതി നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ, എപ്പോഴും നിങ്ങൾ എന്താണോ കൊണ്ടു നടക്കുന്നത് അതിൽ, വലിയ തുകകൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വളരെ എളുപ്പത്തിൽ ഒഴുകിയെത്തുകയാണ് എന്ന് എഴുതുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി വെറുതെ ഇരിക്കുക, ശാന്തരായിരിക്കുക. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് റിലാക്സ് ആയിട്ട് ചെയ്യുക. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമേ ഇല്ല. റിലാക്സ് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴൊക്കെ ഒരു ആമയെ അല്ലെങ്കിൽ 999 എന്ന നമ്പറോ അല്ലെങ്കിൽ ഒരു സൂര്യകാന്തി പൂവ് കാണുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പിക്കാം, സമ്പത്തും സമൃദ്ധിയും പണവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് എന്ന്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ സൂചന കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിന് സ്ഥലമുണ്ടാക്കാൻ തുടങ്ങുക. അതായത് അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുക. കൂടാതെ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾക്ക് പണം കിട്ടാൻ തുടങ്ങുമ്പോൾ അതിൽ കുറച്ചെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക. ഈ ലോകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കൈത്താങ്ങ് ആകുക. നമ്മൾ ഇവിടെ എന്തിനാണുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. അവസാനമായിട്ട് പറയട്ടെ, നിങ്ങളൊരു സാധാരണ വ്യക്തിയാവാം. ചിലപ്പോൾ വലിയ പഠനമുണ്ടാവില്ല, വലിയ വരുമാനമുണ്ടാകില്ല, വലിയ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാകില്ല. അതൊന്നും ഇതിനകത്തൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് കാശ് ആകർഷിക്കാൻ അർഹതയുണ്ട്. നിങ്ങളുടെ ചിന്തകളെ ആ ആകർഷണത്തിലേക്ക് ഒരുക്കുക. അത് മാത്രം ചെയ്യുക. നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം മാറ്റുക. ഞാൻ പറഞ്ഞ വാക്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്താഗതികളും ഒരു പേപ്പറിൽ എഴുതി അത് കത്തിച്ച് കളയുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് ചെയ്തു നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ആ ചിന്താഗതി മാറുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും ആ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ എഴുതുക, അത് കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി മാറിപ്പോകുന്നതായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ കുറേ നാള് നമ്മളൊരു 2, 3, 4 പ്രാവശ്യം കത്തിച്ച് കളയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള, അത് പണത്തെക്കുറിച്ചായാലും എന്തിനെക്കുറിച്ചായാലും, അത് നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ട് മാറും. 100% റിസൾട്ട് കിട്ടുന്ന കാര്യമാണത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. വലിയ അളവിൽ കാശ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലളിതമായി ഒഴുകിയെത്തുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ എനർജി ഉയരട്ടെ. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സമൃദ്ധി ഉടൻ ലഭിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ധനസമ്പത്തും നിറഞ്ഞ ഒരു മനോഹരമായ ജീവിതം നേരുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്